പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ഫൂൽ എന്ന കവിതയിലെ കുറച്ച് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫൂൽ എന്ന കവിത എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വളരെ സിമ്പിളായ ഒരു കവിതയാണ്, മനോഹരമായ കവിതയാണ് ഫൂൽ എന്ന കവിത. ഫൂൽ എന്ന കവിതയിലെ എന്താണ് പറയുക, പ്ലാസ്റ്റിക് പൂക്കളെ കുറിച്ചും അതുപോലെ തന്നെ പ്രകൃതി തരുന്ന പൂക്കളെ കുറിച്ചുമാണ് താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്രകൃതി തരുന്ന പൂക്കളിൽ നിന്നും നമുക്ക് തേൻ ലഭിക്കുന്നു, ഗന്ധം ലഭിക്കുന്നു, അതുപോലെ തന്നെ നിറം, നല്ല നിറങ്ങളുള്ള പൂക്കൾ, അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതളുകളുള്ള പൂക്കളാണ്. അതൊക്കെ നമുക്ക് പ്രകൃതി നൽകുന്ന പൂക്കളാണ്. പക്ഷേ പ്ലാസ്റ്റിക് പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ പൂക്കൾ എല്ലാ സമയത്തും ഒരേ ഭാവത്തോടെയാണ് നിൽക്കുന്നത്. അതിന് വാട്ടം ഉണ്ടാകുന്നില്ല, അത് വാടി വീണ് പോകുന്നില്ല, അത് എല്ലാ സമയത്തും ഒരേപോലെ തന്നെ നിൽക്കും. നമ്മൾ ആ കവിതയിൽ അതാണ് പഠിച്ചത്. അതായത് നമ്മൾ പ്രകൃതിയെ നന്നായിട്ട് സ്നേഹിക്കുക. പ്രകൃതിയെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പ്രകൃതി നമുക്ക് നൽകുന്നതാണ്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കും. പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം തരും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം, പ്രകൃതിയെ അവഗണിക്കരുത്. ഓക്കെ, നമ്മൾ ആ കവിതയിൽ നിന്നും ആ കാര്യമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കാം, ഇതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പ്രാകൃതിക ഫൂലോं की क्या क्या വിശേഷതായേം ഹേ? പ്രാകൃതിക പൂക്കളുടെ വിശേഷതകൾ എന്തെല്ലാമാണ്? രസ്, രംഗ്, ഗന്ധ്, കോമളത ആദി പ്രാകൃതിക ഫൂലോं की വിശേഷതായേ ഹേ. രസവും രംഗവും ഗന്ധവും കോമളതയും പ്രാകൃതിക പൂക്കളുടെ വിശേഷതയാണ്. ചാഹിയെ കാ മത്ലബ്, ചാഹിയെ എന്നതിന്റെ അർത്ഥം ആവശ്യകത. എന്താണ്? ആവശ്യകത. ചാഹിയെ ആവശ്യകത. കിസ് പ്രകാർ കെ ഫൂൽ ഗിൽത്തെ ഓർ മുർജാത്തെ ഹേ? എപ്രകാരത്തിലുള്ള പൂക്കളാണ് വിരിയുകയും വാടുകയും ചെയ്യുന്നത്? പ്രാകൃതിക ഫൂൽ. ആൻസർ പ്രാകൃതിക ഫൂൽ. ക്യാ പ്രാകൃതിക ഫൂൽ ഹമേശ ഏക് ഹി ഭാവ് സേ രഹത്തെ ഹേ? എന്താ പ്രാകൃതിക പൂക്കൾ എപ്പോഴും ഒരേ ഭാവത്തിലാണോ നിൽക്കുന്നത്? നഹി വഹ് ഗിൽത്തെ മുർജാത്തെ ഹേ. അല്ല, അത് എന്ത് ചെയ്യുന്നുണ്ട്? വിരിയുന്നുമുണ്ട് വാടുന്നുമുണ്ട്. വിരിയുകയും വാടുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കിസ് തരഹ് കെ ഫൂലോं पर कोई परिवर्तन नहीं आता? എപ്രകാരത്തിലുള്ള പൂക്കളിലാണ് മാറ്റമൊന്നും സംഭവിക്കാത്തത്? പ്ലാസ്റ്റിക് കെ ഫൂലോं से. എപ്രകാരത്തിലുള്ള പൂക്കളാണ് മാറ്റമൊന്നും സംഭവിക്കാതെ അതുപോലെ തന്നെ ഒരേ ഭാവത്തിൽ നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പ്ലാസ്റ്റിക് കെ ഫൂലോं. ഹമേം ഫൂലോं की ഗന്ധ് ചാഹിയേ, യഹ് കിസ്കി ഇച്ഛാ ഹേ? ഞങ്ങൾക്ക് പൂക്കളുടെ ഗന്ധം വേണം എന്ന് പറഞ്ഞത് ആരുടെ ആഗ്രഹമായിരുന്നു? ആരാണ് അങ്ങനെ ആഗ്രഹിച്ചത്? ഹവ, കാറ്റാണ് ഗന്ധം ആഗ്രഹിച്ചത്. മുझे വേണി കെ ലിയേ ഫൂൽ ചാഹിയേ, എനിക്ക് മുടിയിൽ ചൂടാൻ പൂ വേണം എന്നാഗ്രഹിച്ചത് ആരായിരുന്നു? കവി കി പത്നി, കവിയുടെ പത്നിയാണ് മുടിയിൽ ചൂടാനുള്ള പൂവ് ആഗ്രഹിച്ചത്. ഹമേ രസ് ചാഹിയേ, ഞങ്ങൾക്ക് തേൻ വേണം, ഇങ്ങനെ ആഗ്രഹിച്ചത് ആരായിരുന്നു? മധുമക്കിയ, തേനീച്ചകൾ. തേനീച്ചകളാണ് തേൻ ആഗ്രഹിച്ചിരുന്നത്. ഹമേ കോമൽ സ്പർശ ചാഹിയേ, മൃദുലമായ സ്പർശനം, പൂക്കളുടെ മൃദുലമായ സ്പർശനം ആഗ്രഹിച്ചത് ആരായിരുന്നു? തിത്തലി. പൂമ്പാറ്റകളൊക്കെ പൂവിന്റെ ഇതളുകളിൽ വന്നിരിക്കും അല്ലെ, അപ്പം മൃദുലമായ സ്പർശനമാണ് അവർക്ക് ലഭിക്കുക പൂവിന്റെ ഇതളുകളിൽ വന്നിരിക്കുന്ന സമയത്ത്. പ്ലാസ്റ്റിക് പൂക്കളിലാണെങ്കിലോ അങ്ങനെ അവർക്ക് മൃദുലമായിട്ടുള്ള സ്പർശം ലഭിക്കത്തില്ല അല്ലേ. പിന്നീട് ഇതിൽ നിന്നും വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഇതിൽ നിന്നും തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോസ്റ്ററിന് ആവശ്യമായിട്ടുള്ള സെന്റൻസ് മാത്രമാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ പോസ്റ്റർ വരികയാണെങ്കിൽ ഈ സെന്റൻസ് പഠിക്കുക, എന്നിട്ട് എങ്ങനെയാണോ പോസ്റ്റർ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം. പ്രകൃതി കി സുരക്ഷ ഹമാരി രക്ഷ. പ്രകൃതിയുടെ സുരക്ഷയാണ് നമ്മുടെ രക്ഷ. പേട് ലഗാവോ ജാൻ ബച്ചാവോ. മരങ്ങൾ നട്ടുപിടിപ്പിക്കൂ, ജീവൻ രക്ഷിക്കൂ.
പ്രകൃതി സംരക്ഷൺ ഹമാരാ ദായിത്വ ഹെ. പ്രകൃതി സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത്രയുമാണ് ഇതില് ഞാൻ എഴുതിയിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇത് കൂടാതെ നിങ്ങളുടെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ കാണുക. എന്നിട്ട് അത് നന്നായിട്ട് നോക്കിയിട്ട് പഠിക്കുക. അതിൽ ഏതാണ് ആൻസർ ആണോ നിങ്ങൾക്ക് അതിലുള്ള ആൻസർ ഷോർട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചില കുട്ടികൾക്ക് പഠിക്കാൻ വളരെയധികം പ്രയാസമുള്ള കുട്ടികളുണ്ട്. ഹിന്ദി വളരെ പ്രയാസമാണ് എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ആ സെൻറ്റൻസിനെ ഒന്ന് ഷോർട്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കാൻ എളുപ്പമുള്ളത് അത് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ.